പ്രിയ സഹോദരങ്ങളെ, ദിവ്യനാഥന്റെ അശേഷകൃപയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സമൃദ്ധമായി നിറയട്ടെ. സാധാരണകാലത്തിന്റെ 19ാം ഞായറാഴ്ചയുടെ യാത്രയിലേക്ക് നമ്മൾ കൈകോർത്ത് പ്രവേശിച്ചിരിക്കുന്ന ഈ നിമിഷത്തിൽ ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ശക്തമായ ഒരു സന്ദേശത്തിലേക്ക് നയിക്കുന്നു. വിശ്വാസത്തോടെ കാത്തിരിക്കുകയും ജാഗ്രതയോടെ ഒരുങ്ങുകയും ചെയ്യുക. ജീവിതത്തിൽ നാം പലപ്പോഴും കാത്തിരിപ്പിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. നല്ലൊരു തൊഴിൽ ലഭിക്കാനായോ, രോഗമുക്തിക്കായോ, മക്കളുടെ ഭാവി ഉറപ്പാക്കാനായോ, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് മോചിതരാകാനായോ. എന്നാൽ പ്രതീക്ഷയില്ലാതെ വെറുതെ കാത്തിരിക്കുന്നത് ഒന്നും തന്നെയല്ല. ദൈവം വാഗ്ദാനം ചെയ്തതു തീർച്ചയായും നടപ്പാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ കാത്തിരിക്കുന്നതിലാണ് യഥാർത്ഥ അർത്ഥം. ഇന്നത്തെ ഒന്നാം വായനയിൽ പൂർവപിതാക്കന്മാർ രക്ഷയുടെ വാഗ്ദത്തത്തിനായി എങ്ങനെയാണു വിശ്വാസത്തോടെ കാത്തിരുന്നത് കാണാം. സുവിശേഷത്തിൽ യജമാനന്റെ വരവിനായി ജാഗ്രതയോടെ കാത്തിരുന്ന ദാസന്മാരെക്കുറിച്ച് ഈശോ നമ്മോട് പറയുന്നു. ഇരുവായനകളെയും ബന്ധിപ്പിക്കുന്ന ശക്തമായ നൂൽപാത വിശ്വാസം തന്നെയാണ്. കാണാത്തത് ഉറപ്പാക്കുന്ന മനസ്സും പ്രത്യാശിക്കുന്നത് കൈവരിക്കുമെന്ന ആത്മവിശ്വാസവും. ഇന്നത്തെ വചനധ്യാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കാത്തിരിപ്പുകൾ വിശ്വാസത്തിലൂടെ എങ്ങനെ ശക്തിപ്പെടുത്താം, ഏതു നിമിഷവും ദൈവാനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ എങ്ങനെ മനസ്സും ജീവിതവും സജ്ജമാക്കാമെന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഒന്നാം വായന ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ദൈവവാഗ്ദാനങ്ങളിൽ ഉറച്ചുനിന്നു ഭയത്തെ തോൽപ്പിച്ച ജനതയുടെ വിശ്വാസാനുഭവം ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നു. ജ്ഞാനി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേല്യരുടെ അത്ഭുതകരമായ വിമോചനത്തിന്റെ രാത്രി, പെസഹ രാത്രി ആയിരുന്നു അത്. അവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു, സംഹാരദൂതൻ ഈജിപ്ത്യരുടെ പുത്രന്മാരെ ബാധിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം കട്ടിലക്കാൽക്കൽ തളിച്ചിട്ട വീടുകൾ അവൻ മറികടക്കും എന്ന ദൈവവാഗ്ദാനം. ഈ സംഭവത്തിൽ രണ്ടു ശക്തമായ സത്യങ്ങൾ നമ്മെ ആലോചനയിലേക്ക് നയിക്കുന്നു. ഒന്നാമത്, രഹസ്യമായി ബലിയർപ്പിച്ചു എന്ന പ്രയോഗം പുറമേയുള്ള ഭംഗിയില്ലാതെ ലോകത്തിന്റെ കണ്ണിൽ ഒരു സാധാരണ ഭക്ഷണക്രമം പോലെ തോന്നിയേക്കാവുന്ന, പക്ഷേ വിശ്വാസത്തിന്റെ തൂവാല കൊണ്ട് പൊതിഞ്ഞ ആന്തരിക അനുസരണം. രണ്ടാമത്, ഏകമനസ്സോടെ ദൈവനിയമങ്ങൾ ഏറ്റെടുത്തുള്ള ഐക്യം, സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേരുമെന്നുള്ള പ്രതിജ്ഞ. വിശ്വാസത്തിന്റെ ശക്തി പലപ്പോഴും ലോകം തിരിച്ചറിയാത്ത നിശബ്ദ നിമിഷങ്ങളിൽ വിരിയുന്നുവെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസിയുടെ കണ്ണിൽ പെസഹാരാത്രിയിലെ ആ പ്രവർത്തികൾ വെറും ആചാരങ്ങളായിരുന്നില്ല, മറിച്ച് രക്ഷയുടെ ഉടമ്പടിയായി നിലകൊണ്ടവയായിരുന്നു. യഥാർത്ഥ വിശ്വാസം എന്നും പുറത്തുള്ള ലോകത്തിന് പ്രകടിപ്പിക്കുന്ന ഒരു ആക്രമണം. ഏകമനസ്സോടെ ദൈവനിയമങ്ങൾ ഏറ്റെടുത്തു എന്നത് ഇസ്രായേൽ ജനതയുടെ പൂർണ്ണ ഐക്യത്തിന്റെയും കീഴ്വഴക്കത്തിന്റെയും തെളിവായിരുന്നു. അന്നു ആരും ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്നോ ഇതിന്റെ പ്രയോജനമെന്ത് എന്നോ ചോദിച്ചില്ല. ദൈവം കൽപ്പിച്ചു, അവർ അനുസരിച്ചു. അതായിരുന്നു അവരുടെ രക്ഷയുടെ അടിസ്ഥാനം. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും ദൈവഹിതത്തിനു മുന്നിൽ നാം ഇത്തരത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യണം. കാരണം പലപ്പോഴും നമ്മുടെ തർക്കബുദ്ധിയും ലോകീയജ്ഞാനവും ദൈവത്തിന്റെ പദ്ധതികൾക്ക് തടസ്സമാകാറുണ്ട്. ഒരേ സംഭവം ചിലർക്കു നാശത്തിന്റെ രാത്രിയായി, മറ്റൊരുക്കൾക്ക് രക്ഷയും മഹത്വവും നിറഞ്ഞ രാത്രിയായി മാറിയ പോലെ ഇന്നും പ്രതിസന്ധികളുടെ ഫലം നമ്മുടെ സമീപനത്തിലാണ് ആശ്രയിക്കുന്നത്. വിശ്വാസത്തിന്റെ കണ്ണോട് നോക്കിയാൽ ഏതൊരു പ്രതിസന്ധിയും നമ്മെ ഉയർച്ചയിലേക്കും മഹത്വത്തിലേക്കും നയിക്കുന്നൊരു ദൈവീയ പടിയായി മാറും. ഇന്നത്തെ സുവിശേഷം നമ്മെ ഒരു ചിന്തയുടെ പരിപൂർണതയിലേക്ക് കൊണ്ടുപോകുന്നു. വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും വഴിയിലേക്ക്. ലൂക്കയുടെ സുവിശേഷം 12ാം അധ്യായത്തിലെ 32 മുതൽ 48 വരെയുള്ള വചനങ്ങളിൽ സ്വന്തം ചെറിയ ആട്ടിൻകൂട്ടത്തെ പ്രോത്സാഹിപ്പിച്ച് ആശ്വസിപ്പിക്കുന്ന കരുണനിധിയായ ഇടയനായി ഈശോ സംസാരിക്കുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട എന്ന ഉറച്ച വാക്കുകളാൽ അദ്ദേഹം ആരംഭിക്കുന്നു. ലോകത്തിന്റെ കണക്കുകളിൽ നമ്മൾ ചെറിയവരായിരിക്കാം. ശക്തിയിലും സമ്പത്തിലും സ്വാധീനത്തിലും പിന്നിലായിരിക്കാം. ഭാവിയുടെ അനിശ്ചിതത്വങ്ങൾ, മക്കളുടെ ഭാവി, രോഗങ്ങളുടെ ഭീഷണി,
എല്ലാം ചേർന്ന് നമ്മെ ഭയപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ സുരക്ഷിതത്വം ലോകസമ്പത്തിലല്ല, മറിച്ച് നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവിലാണ്. സ്വർഗരാജ്യം തന്നെയാണ് നമ്മുടെ യഥാർത്ഥ അവകാശവും ലക്ഷ്യവും. അതിനാൽ അരമുറുക്കി വിളക്കുകൾ കത്തിച്ചുവെച്ച് യജമാനന്റെ വരവിനായി ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ദാസന്മാരെപ്പോലെ നാം എല്ലായ്പ്പോഴും സന്നദ്ധരായി നിലകൊള്ളണം. തുടർന്ന് ഈശോ നമ്മെ അഭിസംബോധന ചെയ്ത് പറയുന്നു, നിങ്ങളുടെ വസ്തുവകകൾ വിറ്റ് ദാനം ചെയ്യുവിൻ. കള്ളൻ തട്ടിയെടുക്കുകയോ പുഴു നശിപ്പിക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ നിക്ഷേപം കരുതിവയ്ക്കുവിൻ. ഇതിന്റെ അർത്ഥം ജീവിതത്തിലെ എല്ലാ ഭൗതിക ഉത്തരവാദിത്തങ്ങളും ഉപേക്ഷിച്ച് ലോകവിമുഖരായി പോകുക എന്നല്ല, മറിച്ച് നമ്മുടെ ഹൃദയം ഏത് കാര്യത്തിലാണ് ഏറ്റവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് അടിസ്ഥാനം. സമ്പത്തും ആരോഗ്യവും കഴിവുകളും എല്ലാം ക്ഷണികം. ഇന്നുള്ളത് നാളെ ഇല്ലാതാകാം. എന്നാൽ സ്നേഹത്താൽ നിറഞ്ഞ പ്രവൃത്തികളും കാരുണ്യത്തിന്റെ കൈത്താങ്ങും ക്ഷമയും പ്രാർത്ഥനയും മറ്റുള്ളവർക്കായി ചെയ്യുന്ന ചെറുതും വലുതുമായ സേവനങ്ങളും ഇവയൊക്കെയാണ് നിത്യമായ സ്വർഗീയ നിക്ഷേപങ്ങൾ. കോവിഡ് കാലത്ത് ബിസിനസ് നഷ്ടപ്പെട്ട് സാമ്പത്തികമായി തകർന്ന ഒരു കുടുംബത്തെ ഞാൻ ഓർക്കുന്നു. സ്വന്തം അവസ്ഥ വഷളായിട്ടും അവരുടെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്ക് അവർക്കാൽ കഷ്ടപ്പെടുന്ന മറ്റൊരു കുടുംബത്തിന് നൽകി. ചിലർ പരിഹസിച്ചു, സ്വന്തം കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവർക്കായി ഓടുന്നുവോ? എന്നാൽ കുടുംബനാഥൻ പറഞ്ഞു, എന്റെ ബാങ്ക് ബാലൻസ് ശൂന്യമായേക്കാം, പക്ഷേ ദൈവത്തിന്റെ കണക്കുപുസ്തകത്തിൽ ഞാൻ നിക്ഷേപം നടത്തിയിരിക്കുന്നു. അതാണ് എനിക്ക് യഥാർത്ഥ സമാധാനം. അത്ഭുതകരമായി കുറച്ചു നാളുകൾക്കുള്ളിൽ ദൈവം അവരുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നുകൊടുത്തു. കാരണം അവരുടെ ഹൃദയം സ്വർഗത്തിലെ നിക്ഷേപത്തിലാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിലെ മുൻഗണനകൾ വീണ്ടും വിലയിരുത്താനും അവയെ ദൈവഹിതത്തിലേക്ക് തിരിച്ചുവിടാനും ഈ വചനം നമ്മെ ക്ഷണിക്കുന്നു. രണ്ടാമതായി, ഒരുങ്ങിയിരിക്കുന്ന ദാസന്റെ മനോഭാവം എന്ന ആശയത്തിലേക്ക് ഈശോ നമ്മെ നയിക്കുന്നു. അരമുറുക്കി വിളക്കുകൾ കത്തിച്ചുവെച്ച് എന്ന ഉപമയിൽ അരമുറുക്കുക ഒരുക്കത്തിന്റെയും സന്നദ്ധതയുടെയും പ്രതീകമാകുമ്പോൾ, വിളക്കുകൾ കത്തിച്ചിരിക്കുക ജാഗ്രതയുടെയും ദൈവീയ പ്രകാശത്തിന്റെയും അടയാളമായി മാറുന്നു. യജമാനൻ എപ്പോഴായാലും വരാം. അത് പാതിരാത്രിയിലും പുലർച്ചയിലും, നമുക്കറിയാത്ത ഏതൊരു സമയത്തും. എന്നാൽ എപ്പോഴെത്തിയാലും വാതിൽ തുറന്ന് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നമ്മുടെ ജീവിതത്തിലെ യജമാനന്റെ വരവ് പല രൂപങ്ങളിൽ സംഭവിക്കാം. മരണത്തിന്റെ നിമിഷം, ഈശോയുടെ മഹിമാപൂർണമായ രണ്ടാം വരവ്, അല്ലെങ്കിൽ ദൈവം ഒരു പ്രത്യേക അനുഗ്രഹവുമായി കടന്നുവരുന്ന അവസരങ്ങൾ. ഒരു പുതുവഴി തുറക്കുന്ന അവസരം, സഹായത്തിന്റെ കൈത്താങ്ങ്, രോഗശാന്തിയുടെ അത്ഭുതം, ഇവയെല്ലാം യജമാനൻ മുട്ടുന്ന ശബ്ദങ്ങളാണ്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ അടഞ്ഞുകിടക്കുകയോ ലോകത്തിന്റെ തിരക്കുകളിൽ മുഴുകി ആത്മീയമായി ഉറങ്ങിക്കിടക്കുകയോ ചെയ്താൽ ആ അനുഗ്രഹം നഷ്ടമാകും. ഒരുങ്ങിയിരിക്കുന്നു എന്നത് 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, മറിച്ച് ജീവിതത്തിലെ ഓരോ ചുമതലയും, ജോലി, പഠനം, കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യബോധത്തോടെ, വിശ്വസ്തതയോടെയും സത്യസന്ധതയോടെയും നിറവേറ്റുക എന്നതാണ്. ജോലിസ്ഥലത്ത് ആരും കാണാത്തിടത്തും നീതി മൂന്നാമത്തെ പാഠം വിശ്വസ്തനായ കാര്യസ്ഥന്റെ മനോഭാവത്തെക്കുറിച്ചാണ്. പത്രോസ് ചോദിച്ചപ്പോൾ, കർത്താവേ, ഈ ഉപമ ഞങ്ങൾക്കുള്ളതാണോ, അല്ലെങ്കിൽ എല്ലാവർക്കുമോ? യേശോ മറുപടിയായി ഒരു കാര്യസ്ഥന്റെ കഥ പറയുന്നു. യജമാനൻ തന്റെ സ്വത്തുക്കൾ കൈമാറി യാത്ര പോകുന്നു. അവൻ സമയത്ത് മറ്റ് ദാസന്മാർക്ക് ഭക്ഷണം നൽകണം എന്നതാണ് ചുമതല. പക്ഷേ യജമാനൻ വൈകും എന്ന് കരുതി സ്വാർത്ഥ ജീവിതത്തിലേർപ്പെടുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവനെ തിരിച്ചുവരുന്ന ദിവസം കഠിനമായി ശിക്ഷിക്കും. സത്യത്തിൽ ദൈവം ഓരോരുത്തർക്കും സ്വത്തുകൾ ഏൽപ്പിച്ചിരിക്കുന്നു. സമയം, ആരോഗ്യം, കഴിവുകൾ, അറിവ്, സമ്പത്ത്, കുടുംബം, അവസരങ്ങൾ. ഇവ നമ്മുടെ സ്വന്തമല്ല.
നാം അവയുടെ കാര്യസ്ഥന്മാർ മാത്രമാണ്. ഈ സമ്പത്തുകൾ ഉപയോഗിച്ച് യഥാസമയം ഭക്ഷണം നൽകുക എന്നത്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, സഹായം ആവശ്യമുള്ളവർക്ക് കരുണ, പിന്തുണ, സ്നേഹം, സേവനം നൽകുക എന്നതാണ്. കൂടുതൽ ലഭിച്ചവനിൽ നിന്ന് കൂടുതൽ ചോദിക്കും. അതിനാൽ ഡോക്ടർ രോഗിയെ ശുശ്രൂഷിക്കുന്നതിലും, അധ്യാപിക തലമുറകളെ വളർത്തുന്നതിലും, അമ്മ തന്റെ കുടുംബത്തെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്നതിലും എല്ലാം വിശ്വസ്തതയാണ് മാനദണ്ഡം. എന്നാൽ ദൈവം കാണുന്നില്ല എന്ന തെറ്റായ ധാരണയിൽ, സ്വാർത്ഥതയിലും സുഖലോലുപതയിലും ജീവിച്ചാൽ നാം ഏൽപ്പിച്ച ചുമതല വഞ്ചിക്കുന്നവരാകും. ഇന്നത്തെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഉറച്ച വിശ്വാസമാണ് ദൈവം അന്ന് അവരിൽ നിന്നും പ്രതീക്ഷിച്ചത്, ഇന്നും നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജീവിതം എന്നതൊരു കാത്തിരിപ്പ് മാത്രമല്ല, ഒരുങ്ങിയ കാത്തിരിപ്പാണ്. സ്വർഗത്തിലാണ് നമ്മുടെ യഥാർത്ഥ നിക്ഷേപം എന്ന് തിരിച്ചറിഞ്ഞ് ഭൂമിയിലെ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുമ്പോഴും ആത്മീയമായി ജാഗ്രത പുലർത്തുന്ന കാലം. എന്നാൽ നമുക്ക് സ്വയം ചോദിക്കാം, എന്റെ ഏറ്റവും വലിയ നിക്ഷേപം എന്താണ്? ബാങ്കിലെ പണം, സമൂഹത്തിലെ സ്ഥാനമാനം, അതോ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഹിതത്തിനായി ചെയ്യുന്ന നല്ല പ്രവൃത്തികളോ? എന്റെ ആത്മീയ അര മുറുക്കിയിട്ടുണ്ടോ? വിശ്വാസത്തിന്റെ വിളക്ക് ഇപ്പോഴും തെളിഞ്ഞിരിക്കുന്നുണ്ടോ, അതോ ലോകത്തിന്റെ കാറ്റിൽ കെടുത്തുപോയോ? ഈ ആഴ്ച മറ്റുള്ളവർക്ക് കാണിക്കാനല്ലാതെ ദൈവം മാത്രം സാക്ഷിയായുള്ള ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ തീരുമാനിക്കാം. കുടുംബത്തിൽ ക്ഷമിക്കേണ്ട ഒരാളെ ക്ഷമിക്കുക, വിഷമത്തിലായ ഒരു സുഹൃത്തിനെ വിളിച്ച് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ തിരക്കിനിടയിൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക. ചെറിയ കാര്യങ്ങൾ തന്നെ മതിയാകും. അവ നമ്മുടെ വിളക്ക് വീണ്ടും ജ്വലിപ്പിക്കാൻ ശക്തിയുള്ളവയാണ്. നമുക്കൊരു ശ്വാസം നിശ്ചലപ്പെടുത്തി, മനസ്സിന്റെ വാതിലുകൾ അടച്ച്, ഹൃദയം മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ തുറക്കാം. പരിപൂർണ കാരുണ്യത്തിന്റെ ഉറവായ കർത്താവേ, വിശ്വാസത്തിൽ ഉറച്ച് എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ നമ്മെ വിളിക്കുന്ന നിന്റെ വചനത്തിന് നന്ദി. ജീവിതത്തിന്റെ ഭാരങ്ങളും അനിശ്ചിതമായ ഭാവിയും പലപ്പോഴും നമ്മുടെ മനസ്സിനെ ഭീതിയാൽ നിറയ്ക്കുമ്പോൾ, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന നിന്റെ സൗമ്യമായ ആശ്വാസവാക്കുകൾ നമ്മെ ശക്തിപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ എല്ലാ ഭയങ്ങളും ആശങ്കകളും നിന്റെ കരങ്ങളിൽ വെച്ചുകൊടുക്കുന്നു. കർത്താവേ, നമ്മുടെ യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിലെന്നുള്ള സത്യത്തിൽ നമ്മെ സ്ഥിരപ്പെടുത്തണമേ. സമയം, സമ്പത്ത്, കഴിവുകൾ എല്ലാം നിന്റെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കുമായി വിനിയോഗിക്കാൻ നമ്മെ ബോധ്യപ്പെടുത്തണമേ. നീ ഏൽപ്പിച്ച വിശ്വാസത്തിന്റെ ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തരും വിവേകികളുമായ കാര്യസ്ഥന്മാരായി നിന്റെ രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. കർത്താവേ, എല്ലായ്പ്പോഴും ജാഗ്രതയോടെ നിലകൊള്ളാൻ, ഒരുങ്ങിയ മനസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപയേകണമേ. വിശ്വാസത്തിന്റെ വിളക്ക് ഒരിക്കലും അണയാതെ ജ്വലിക്കട്ടെ. പ്രത്യാശയുടെ അര ഉറച്ചുപിടിച്ച് നിന്റെ വരവിനായി ആത്മാർത്ഥമായി കാത്തിരിക്കുവാൻ നമ്മെ കരുത്തരാക്കണമേ. രോഗവേദനകളിൽ കഴിയുന്നവർക്ക് നീ ആശ്വാസമായി താങ്ങാകണമേ. തൊഴിൽ നഷ്ടപ്പെട്ടും സാമ്പത്തിക പ്രതിസന്ധിയിലും കഴിയുന്നവർക്ക് നീ വഴികളും വാതിലുകളും തുറക്കണമേ. വീടുകളിൽ സമാധാനവും ഹൃദയങ്ങളിൽ സ്നേഹവും നിറയട്ടെ. ഈ സകല അപേക്ഷകളും നന്ദിയോടെയും വിശ്വാസത്തോടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിനക്കു സമർപ്പിക്കുന്നു. ആമേൻ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ